അല്ലു. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അമ്മേ, എന്താ മോനെ? എൻ്റെ റൂമിൽ വെച്ച ബൊക്കെ കാണുന്നില്ല, അമ്മ കണ്ടോ? ഞാൻ കണ്ടില്ലടാ. അമ്മേ, എന്താ മോളെ? എൻ്റെ പുതിയ ഫാൻസി കമ്മൽ കാണുന്നില്ല, അമ്മ എടുത്തോ? ഞാൻ എടുത്തില്ല. മൂന്നുപേരും പരസ്പരം നോക്കി. അമ്മേ, അവനെവിടെ? അല്ലു. അവനിപ്പോൾ വരാന്ന് പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ ചിന്നൂട്ടിയുടെ അടുത്ത് പോയി. എന്നാ പിന്നെ സംശയം വേണ്ട, നിന്റെ ഫാൻസി കമ്മലിൻ്റെ ബൊക്കെ അവൻ ആ ചിന്നൂട്ടി കൊടുത്തു കാണും. അവൻ വരുന്നുണ്ട്. ദേവനും മാലതിക്കും 3 മക്കളാണ്. മൂത്തവൻ അശോക് എന്ന അച്ഛൻ, രണ്ടാമത്തെയാൾ അമേയ എന്ന അമ്മു, മൂന്നാമത്തെയാൾ അലോക് എന്ന അല്ലു. ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് ഒരുപാട് കൊഞ്ചിച്ചാണ് അവനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുരുത്തക്കേട് അവനുണ്ട്. അച്ചു അമ്മുവും സ്വന്തം കാര്യം നോക്കും. എന്നാൽ അല്ലു നേരെ തിരിച്ചാണ്. അവനെല്ലാം ചെയ്യാനറിയാം, പക്ഷെ ചെയ്യില്ല. എല്ലാത്തിനും അവൻ അമ്മ വേണം. അമ്മയോടാണ് അല്ലുവിന് ഏറെ ഇഷ്ടം. അച്ഛനെ പേടിയാണ്. ഗൗരവക്കാരനാണ് ദേവൻ. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പുറമേ കാണിക്കില്ല. അച്ചു 10ലും അമ്മയെ 8ലും അല്ലു 5ലുമാണ് പഠിക്കുന്നത്. അല്ലു, നീ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ബൊക്കയും കമ്മലും എടുത്തോ? മാലതി ചോദിച്ചു. ആ, ഞാൻ എടുത്തമ്മേ. എന്നിട്ട് അതെവിടെ? ഞാനത് നമ്മുടെ ചിന്നൂട്ടി കൊടുത്തു. കേട്ടില്ല അമ്മ, അവൻ പറഞ്ഞു. ഞാൻ നാളെ സ്കൂളിൽ കൊണ്ടുണ്ടാക്കി വെച്ചാ. നാളെ എൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേയാ, അവന് കൊടുക്കാൻ വെച്ച്. ഇവനത് ഇവൻ്റെ കൂട്ടുകാരി കൊണ്ട് കൊടുത്തു. ചേട്ടാ, അതിനത് പേപ്പർ പൂക്കളല്ലേ. ചിന്നൂട്ടിക്ക് അത് ഒത്തിരി ഇഷ്ടമായി. സൂക്ഷിച്ചു വെച്ചോളാം നിന്നോട് പറഞ്ഞാ. അയ്യടാ, എന്തോ ഒരു സന്തോഷം. എൻ്റെ കാര്യം പോട്ടെ, നീ എന്തിനാ അമ്മുവിൻ്റെ കമ്മലും കൊണ്ടുപോയി കൊടുത്തേ? ചിന്നൂട്ടിക്ക് നല്ലൊരു കമ്മലില്ലേട്ടാ. ഉണ്ടായിരുന്ന കമ്മലും പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അമ്മു ചേച്ചിയുടെ കമ്മൽ കൊടുത്തത്. അല്ലു ചിരിയോടെ പറഞ്ഞു. കേട്ടില്ല അമ്മേ, അച്ഛൻ കഴിഞ്ഞ ദിവസം വാങ്ങി തന്നാ. ഞാനൊന്നും ശരിക്കും ഇട്ടിട്ട് പോലുമില്ല. അപ്പോഴേക്കും ഇവനത് അവൻ്റെ ചിന്നൂട്ടി കൊടുത്തു. പോട്ടെ മക്കളെ, സാരമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞ് വേറെ മേടിപ്പിക്കാം. നിങ്ങളുടെ അനിയനല്ലേ, ക്ഷമിച്ചേളാം. അമ്മ ഇവനിങ്ങനെ തലയിൽ കയറ്റി വെച്ചോ. ചവിട്ടി തുള്ളിക്കൊണ്ട് അമ്മ അകത്തേക്ക് പോയി. കൂടെ അച്ചു. ഞാൻ ചെയ്ത് തെറ്റായി പോയ അമ്മേ, സങ്കടത്തോടെ അല്ലു ചോദിച്ചു. മാലതി ഒരു ചിരിയോടെ അല്ലുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മോനെ, ചിന്നൂട്ടി നിന്റെ കൂട്ടുകാരിയാണ്. അവൾക്ക് എന്ത് സമ്മാനം വേണമെങ്കിൽ നിനക്ക് കൊടുക്കാം. പക്ഷേ അതൊരിക്കലും മറ്റൊരാളുടെ സ്വന്തമായതാവരുത്. ചേട്ടനെയും ചേച്ചിയുടെ എന്തെങ്കിലും എടുക്കുമ്പോൾ അവരോട് അനുവാദം ചോദിക്കണം. അവരറിയാതെ അവരുടെ ഒന്നും എടുക്കരുത്. ഓനിപ്പോൾ ചെയ്തു, ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. അല്ലു അനുസരണയോടെ തലയാട്ടി. ചെയ്ത തെറ്റിന് അമ്മയോടും ചേട്ടനോടും ചേച്ചിയോടും സോറി പറഞ്ഞു. നഴ്സറി കാലം മുതലുള്ള കൂട്ടുകാരാണ് അല്ലുവും ചിന്നൂട്ടി എന്ന ചിത്രയും. തൊട്ടടുത്ത വീടാണ് ചിന്നൂട്ടിയുടെ. പോരാത്തതിന് ദേവന്റെ കൂട്ടുകാരൻ കൂടിയാണ് ചിന്നൂട്ടിയുടെ അച്ഛൻ ചന്ദ്രൻ. ചന്ദ്രന് കൂലിപ്പണിയാണ്. ഭാര്യ ലത വീട്ടമ്മയാണ്. ചിന്നൂട്ടി അവർക്ക് ഒറ്റ മകളാണ്. അല്ലു ആ വീട്ടിൽ വരുന്നത് ചന്ദ്രൻ ലതക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിറ്റേ ദിവസം, മാലതി. എന്താ ദേവേട്ടാ? ഇന്നതോടെ പറമ്പിലെ പണി തീരും. പണിക്കാർക്കുള്ള കാശ് ആ മേശയിൽ വെച്ചിട്ടുണ്ട്. നീ അതെടുത്ത് കൊടുക്കണം. ഞാൻ വരാൻ കുറച്ച് വൈകും. ശരി ദേവേട്ടാ. പിന്നെ അല്ലുവിൻ്റെ മേലൊരു കണ്ണു വേണം. ഇന്നലെ ഉണ്ടായ സംഭവം ഞാൻ അറിഞ്ഞു. ദേവേട്ട, അല്ലു നമ്മുടെ മോനല്ലേ. അവൻ ആകെയുള്ളൊരു കൂട്ടി ചിന്നുമോള് മാത്രം. ഞാൻ അല്ലുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ ഈ സ്നേഹം മുതലെടുക്കാതിരുന്നാൽ മതി. ഗൗരവത്തോടെ മാലതിയോട് പറഞ്ഞുകൊണ്ട് ദേവൻ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് പറമ്പിലെ പണിക്കാരെല്ലാം പണിയെല്ലാം തീർത്തു. കൂലിക്കായി വന്നു. മാലതി കാശെടുത്ത് എല്ലാവർക്കും കൊടുത്തു. പക്ഷേ കൊടുത്ത കാശിൽ 500 രൂപ കുറവുണ്ടെന്ന് മാലതിക്ക് തോന്നി. അകത്ത് പോയി തന്റെ പേഴ്സിൽ നിന്ന് കാശെടുത്ത് പണിക്കാർ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. രാത്രി ദേവൻ വന്നപ്പോൾ മാലതി കാര്യം പറഞ്ഞു. ഞാൻ നിനക്ക് കൃത്യമായിട്ടുള്ള കാശ് തന്നു. അതിൽ നിന്ന് 500 രൂപ എങ്ങനെ പറയാനാ? ദേവൻ ദേഷ്യത്തോട് ചോദിച്ചു. എനിക്കറിയില്ല ദേവേട്ടാ. ശബ്ദം കേട്ട് അച്ചു അമ്മു അല്ലുവും വന്നു. എന്താ വെച്ചാ എന്തിനാ വെച്ചേക്കുന്നത്? ദേവൻ കാര്യം പറഞ്ഞു. അമ്മ കാശ് തേച്ചു കൊടുത്തില്ല സാർ, പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ ആ കാശ് എവിടെ പോയെന്ന് എനിക്കറിയണം. ദേവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഞങ്ങളെടുത്തില്ല അല്ലേ അമ്മു? അമ്മു അല്ലെന്ന് തലയാട്ടി. നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി, അവളുടെ കാര്യം അവള് പറഞ്ഞോളൂ. ഞാനെടുത്തിട്ടില്ല അച്ഛാ, അമ്മു പേടിയോടെ പറഞ്ഞു. പിന്നെ ദേവന്റെ കണ്ണുകൾ പോയത് തലയും താഴ്ത്തി നിൽക്കുന്ന അല്ലുവിലേക്കാണ്. ദേവൻ അല്ലുവിൻ്റെ അടുത്ത് വന്നു. അല്ലു. അവൻ തലയുയർത്തി ദേവനെ നോക്കി. നീയാണോ കാശെടുത്ത്? ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ട് അല്ലു പേടിയോടെ അതേന്ന് തലയാട്ടി. പെട്ടെന്ന് അവന്റെ കരച്ചിൽ അവിടെ ഉയർന്നു. അച്ഛൻ എന്നെ അടിക്കല്ലേ, ഞാനൊന്ന് പറയട്ടെ. അല്ലുവിന്റെ കരച്ചിൽ കേട്ട് മാലതി അച്ഛനും ദേവനെ പിടിച്ചു മാറ്റി. കുറേയായി മനുഷ്യൻ സഹിക്കുന്നു. ഇന്നലെ നീ ഇവിടെ സാധനങ്ങൾ നിന്റെ കൂട്ടുകാരി കൊണ്ടുപോയി കൊടുത്തു. ഇന്ന് 500 രൂപ നീ ആർക്കാ കൊടുത്ത്? വന്ന് സ്വന്തം വീട്ടിൽ നിന്ന് കാശ് കക്കാൻ തുടങ്ങിയ നീ, ദേവൻ അലർച്ചയോടെ പറഞ്ഞു. അല്ലു തലകുനിച്ചിന്ന് കരയുകയാണ്. അത് കണ്ട മാലതി അവന്റെ അടുത്ത് ഓടി വന്ന് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. അത് കണ്ട് ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. മാലതി, നീ അവനോട് ചോദിക്ക്, ആ കാശ് എവിടെയെന്ന്. മോനെ പേടിക്കണ്ട, ആ കാശ് എവിടെ? അമ്മയോട് പറ. മാലതി സ്നേഹത്തോടെ അല്ലുവിനോട് ചോദിച്ചു. ഞാൻ ആ കാശ് ഇവിടെ വന്ന് അപ്പൂപ്പന് കൊടുത്തു. അല്ലു വിഷമത്തോടെ പറഞ്ഞു. ഏതപ്പൂപ്പന്? ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം ചോദിച്ചു വന്ന അപ്പൂപ്പന്. മാലതി വേദനയോടെ ദേവനെ നോക്കി. ദേവൻ ഒന്നും മനസ്സിലാവാത്ത പോലെ നിന്നു. മോനെ, അതൊരു ഭിക്ഷക്കാരനാ. അമ്മയാൾക്ക് കഴിക്കാൻ ചോറ് കൊടുത്തല്ലോ, കൂടെ ഒരു 10 രൂപയും കൊടുത്തു.
പിന്നെ മോനെന്തിന് 500 രൂപ കൊടുത്ത്? അത് അമ്മയോട് പറയാതെ. മാലതി അല്ലുവിനോട് ചോദിച്ചു. ആ അപ്പൂപ്പൻ്റെ വീട്ടിലൊരു അമ്മൂമ്മയുണ്ടമ്മേ. ആ അപ്പൂപ്പൻ അമ്മൂടുത്ത് ചോറൊഴിക്കാതെ ഒരു കടലാസ് പോയത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ പൊതിഞ്ഞു വെക്കുന്നതെന്ന്. അപ്പം ആ അപ്പൂപ്പൻ പറയാ, അപ്പൂവിൻ്റെ വീട്ടിലൊരു അമ്മൂമ്മയുണ്ട്, അസുഖം വന്ന് വയ്യാതെ കിടക്കുക, മരുന്ന് മേടിക്കാൻ കാശില്ല, വിശക്കുമ്പോൾ കഴിക്കാൻ ചോറില്ലെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അതേ ആ മേശയിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത്. അമ്മയോട് ചോദിക്കാൻ വന്നപ്പോൾ അമ്മ പണിക്കാർക്ക് ചോറ് കൊടുക്കാൻ പറമ്പിലേക്കും പോയില്ല. അതുകൊണ്ടാണ് ചോദിക്കാൻ പറ്റാഞ്ഞ്. സങ്കടത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മാലതിക്കും അച്ചുവിനും അമ്മുവിനും അവനോട് അലിവ് തോന്നി. 3 പേര് അവനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. മാലതി ദേവനെ നോക്കിയപ്പോൾ ദേവൻ അല്ലുവിനെ കൂർപ്പിച്ച് നോക്കുകയാണ്. ഒരു വേള മാലതി ഭയന്നു പോയി. കാരണം അമ്മാതിരി നോട്ടമാണ് ദേവൻ നോക്കുന്നത്. എന്താ ദേവേട്ടാ? മാലതിയുടെ ചോദ്യം പോലും ശ്രദ്ധിക്കാതെ ദേവൻ അല്ലുവിന്റെ അടുത്തേക്ക് ചെന്നു മുഖം പിടിച്ചുയർത്തിയ ശേഷം ചോദിച്ചു, നിന്റെ കഴുത്തിലെ മാലയുടെ? ആ ചോദ്യം കേട്ടത് അല്ലു പേടിയോടെ ദേവനെ നോക്കി. ഒപ്പം മാലതിയോ അച്ചുവോ അമ്മു. അല്ലു നിന്നോടാ ചോദിച്ചു, നിന്റെ കഴുത്തിലെ മാല എവിടെയെന്ന്? അവൻ പേടിയോടെ തലവിളിച്ചു. കാശിന്റെ കൂടെ കഴുത്തിലെ മാറി നീ ഊരി കൊടുത്തുവല്ലേ? കഷ്ടപ്പെട്ട് ഞാനുണ്ടാക്കുന്ന മുതൽ കണ്ട ഭിക്ഷക്കാർക്ക് കൊടുത്തുവല്ലേ നീ? ദേവൻ വീണ്ടും അടിക്കാൻ കൈ ഉയർത്തിയപ്പോൾ മാലതിയും മക്കളും തടഞ്ഞു. ഒരുവിധം സമാധാനിപ്പിച്ച് ദേവനെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അന്നത്തെ ആ ദിവസം അല്ലു ആഹാരം പോലും കഴിക്കാതെ മാലതിയുടെ മടിയിൽ തളർന്നു കിടന്നുറങ്ങി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അല്ലു ആരുടെ മുമ്പിലും വരാതെയായി, ആരോടും മിണ്ടാതെയായി. മുറിക്കുള്ളിൽ തന്നെ എപ്പോഴും ഇരിക്കും. ചിന്നൂട്ടിയുടെ വീട്ടിൽ പോലും പോവാറില്ല. അങ്ങനെ ഇരിക്കുന്ന ഞായറാഴ്ച ദിവസം ദേവനെ കാണാൻ ചിന്നൂട്ടിയും ചന്ദ്രനും അല്ലുവിന്റെ വീട്ടിൽ വന്നു. അവരെ കണ്ടത് ദേവൻ അകത്തേക്ക് ക്ഷണിച്ചു. എന്താ ചന്ദ്ര പതിവില്ലാത്തൊരു വരവ്? എന്തെങ്കിലും വിശേഷമുണ്ടോ? ദേവൻ ചോദിച്ചു. ഏയ് വിശേഷമൊന്നുമില്ല, ഞാനീ തരാമെന്ന. കയ്യിലിരിക്കുന്ന ഒരു പൊതി ചന്ദ്രൻ ദേവന് നേരെ നീട്ടി. ദേവൻ അത് വാങ്ങി തുറന്നു നോക്കി. അല്ലുവിനെ നഷ്ടപ്പെട്ട മാലയായിരുന്നത്. ഞെട്ടലോടെയും സംശയത്തോടെയും ദേവൻ ചന്ദ്രനെ നോക്കി. ദേവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ ചന്ദ്രൻ പറഞ്ഞു തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ ലതക്ക് നല്ല പനിയുണ്ടായിരുന്നു. അവൾക്ക് കുറഞ്ഞപ്പോൾ മോൾക്ക് പനിയായി. പിന്നെ 2 പേരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നിനക്കറിയാലോ, എനിക്ക് കൂലിപ്പണിയാ. 2 പേരുടെ ആശുപത്രി ചെലവിനെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ മാലതി അല്ലു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലുവിനോട് നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല, രാത്രി വരുള്ളൂ എന്നാ പറഞ്ഞു. പിന്നെ മാലതിയോട് ചോദിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് അല്ലുവിനോട് യാത്ര വന്ന് തിരിച്ചു പോകാൻ നിന്നപ്പോൾ അല്ലു വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഒന്നുമില്ലെങ്കിൽ ഈ കണ്ണെന്തിനാ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതെന്ന്. പിന്നെ കാരണം പറയാതെ വേറെ മാർഗില്ലെന്നായപ്പോൾ എല്ലാം അവനോട് പറഞ്ഞു. ചിന്നൂട്ടിയെ കാണുമെന്ന് പറഞ്ഞപ്പോൾ നല്ല പനിയാണ്, ഇപ്പം മോൻ വരണ്ടാന്ന് പറഞ്ഞാൽ വിലക്കി. പക്ഷെ വെറും കൈയോടെ തിരിച്ചു പോകാൻ അല്ലു എന്നെ സമ്മതിച്ചില്ല. ആരും കാണാൻ അവൻ്റെ കഴുത്തിലേക്ക് മാല അവൻ ഊരി എൻ്റെ കയ്യിൽ തന്നു. ഞാൻ വേണ്ടാന്ന് കുറേ പറഞ്ഞ് അവൻ്റെ കൈ തിരികെ കൊടുത്താ. പക്ഷെ അല്ലു ഒന്നും കേട്ടില്ല. വീണ്ടും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തപ്പോൾ അവനോടൊരു കാര്യം പറഞ്ഞു. ചിന്നൂട്ടി എനിക്ക് ആകെയുള്ളൊരു കൂട്ടുകാരിയാ. ഞാനുള്ളപ്പോൾ അവൾക്കും അവളുടെ അമ്മയ്ക്കൊന്നും പറ്റില്ല. ഈ മാല കൊണ്ടുപോയിക്കോ, കാശ് കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി. അച്ഛനോടും അമ്മയോടൊന്നും ഞാൻ പറയില്ലെന്ന്. അന്നല്ലോ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയുടെയും മോളുടെയും ചികിത്സാ കാര്യങ്ങൾ നടത്താൻ പറ്റി. പക്ഷേ അതിനനുഭവിച്ച മുഴുവൻ അല്ലുവാ. ഞാനെല്ലാം അറിഞ്ഞു. ദേവാ, നിനക്ക് തോന്നുന്നുണ്ടോടാ നിന്റെ മോൻ ചെയ്ത് തെറ്റാണെന്ന്? അതോ നിനക്കെന്നെ വിശ്വാസമില്ലേ? ദേവൻ തലകുനിച്ച് നിന്നു. അല്ലുവിന് സത്യം പറയാനൊരു അവസരം നീ കൊടുത്തോ ദേവാ? ഒരുപക്ഷെ നിന്റെ ദേഷ്യം കണ്ടിട്ടാവും അല്ലു പേടിച്ചൊന്നും മിണ്ടാൻ പറ്റാതെ നിന്നു. കുറച്ച് നാളായിട്ട് അവനെ വീട്ടിലേക്ക് കാണുന്നില്ല, പുറത്തേക്കും കാണുന്നില്ല. അപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഒരു ദിവസം കവലിൽ വെച്ച് അച്ചുവിനെ ഞാൻ കണ്ടു. അല്ലുവിനെ പറ്റി ചോദിച്ചപ്പോഴുണ്ടായ സംഭവം മുഴുവൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞ്. അതുകൊണ്ടാ രാവും പകലും കഷ്ടപ്പെട്ട് ഈ മാല ഞാൻ തിരിച്ചെടുത്ത്. ചന്ദ്രൻ എഴുന്നേറ്റ് അമ്മുവിനെ നോക്കി. അല്ലുവിനെ ഒന്ന് വിളിക്കോ എന്ന് ചോദിച്ചു. അല്ലു തലയും താഴ്ത്തി ചന്ദ്രന്റെ അടുത്തേക്ക് വന്നു. ചന്ദ്രൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ശേഷം ദേവന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങി അല്ലുവിന്റെ കഴുത്തിലിട്ട് കൊടുത്തു. കൂടെ അവനെ നെറ്റിയിലൊരു ഉമ്മയും കൊടുത്തു. ദേവാ, അല്ലു ചെറിയൊരു കുട്ടിയാ. വാശിയും കുറുമ്പും കുസൃതിയെല്ലാം ഉണ്ടാവും. പക്ഷെ അവൻ്റെ മനസ്സിൽ ഇതുപോലുള്ള ചില നന്മകൾ അത് നീ കാണാതിരിക്കരുത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതും വയ്യാതിരിക്കുന്നവന് ചികിത്സാ സഹായം ചെയ്തതും അല്ലുവിന് നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ടാണ്. ഒരാളെ മോശമായിട്ടുള്ള രീതിയിൽ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്താൽ പിന്നെ അയാൾ എന്ത് ചെയ്താലും മോശമായിട്ടേ തോന്നും. പക്ഷെ അല്ലുവിനെ നീ ഒരിക്കലും അങ്ങനെ കാണരുത്. അവൻ നിന്റെ മോനാ, അത് ഓർമ്മ വേണം. ദേവൻ വേദനയോടെ ചന്ദ്രനെ നോക്കി. നീ വേദനിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞ. നിനക്കിതിൻ്റെ മക്കളോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. സ്നേഹം ഉള്ളിൽ വെക്കാനുള്ളതല്ല, അത് പുറമേ കാണിക്കാനുള്ളതാ. നീ അത് അല്ലുവിനോട് കാണിച്ചിട്ടുണ്ടോ? ദേവൻ തലവിനിച്ച്. ചെല്ല്, നീ ചെന്ന് നിന്റെ മോനെ ചേർത്ത് പിടിക്കുക. അതിൽ തീരാവുന്നേ ഉള്ളൂ അല്ലുവിന് നിന്നോടുള്ള പേടിയും സങ്കടവും ഒക്കെ. കുറച്ച് സമയം അല്ലുവിനോട് സംസാരിച്ച ശേഷമാണ് ചന്ദ്രനും ചിന്നൂട്ടിയും തിരികെ പോയത്. രാത്രിയായപ്പോൾ ദേവൻ അല്ലുവിന്റെ മുറിയിലേക്ക് ചെന്നു. ദേവനെ കണ്ടപ്പോൾ അല്ലു പേടിയോടെ എഴുന്നേറ്റ് തലകുനിച്ച് നിന്നു. ദേവൻ ചെന്ന് കട്ടിലിരുന്ന് അല്ലുവിനെ അടുത്തേക്ക് വിളിച്ചു. അവൻ പേടിയോടെ ദേവന്റെ അരികിലേക്ക് ചെന്നു. ദേവൻ അവനെ എടുത്ത് മടിയിലിരുത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, മോൻ അച്ഛനോട് ദേഷ്യമുണ്ടോ? അവനില്ലെന്ന് തലയാട്ടി. പേടിയുണ്ടോ? അത് കേട്ടപ്പോൾ ഉണ്ടെന്നും തലയാട്ടി.
ദേവൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ പേടിക്കണ്ട, അച്ഛനൊരു തെറ്റുപറ്റിയതാ. അച്ഛന് മോനോട് സ്നേഹമൊക്കെ ഉണ്ട്, പുറത്ത് കാണിക്കാൻ അറിയില്ല. അതാ ഇങ്ങനെയൊക്കെ ആയത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മോനൊരുപാട് വേദനിച്ചു അല്ലേ? അല്ലു ഒരു പുഞ്ചിരിയോടെ ദേവന്റെ കവളിൽ ഉമ്മൊടുത്തു. അതുകൊണ്ട് ദേവനെ ഒരു ചിരിയോടെ അല്ലുവിനെ ചേർത്ത് പിടിച്ചു. ആ സമയം ദേവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് രാത്രി അല്ലു ഭക്ഷണം കഴിച്ചതും കിടന്നുറങ്ങിയും ദേവനോടൊപ്പമായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും സ്നേഹത്തിൽ അല്ലുവിന്റെ സന്തോഷം കൂടുകയായിരുന്നു.